പ്രിയപ്പെട്ട മിദ്ലാജ് ജമീൽ സുഹൃത്തുക്കളെ, BKF-ൻ്റെ 4ാമത് എഡിഷൻ വ്യത്യസ്തമായൊരു വിഷയം ചർച്ചക്കെടുക്കുന്നു. ഒരുപക്ഷെ നമ്മൾക്ക് തന്നെ അത്ര പരിചിതമല്ലാത്ത ഒരു ചർച്ചാ ഏരിയയാണ് ആർക്കിടെക്ചർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം നമ്മൾക്ക് കൂടുതൽ അനുഭവങ്ങളുള്ള ഒരു ഏരിയയും കൂടിയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും വായനയിലൊക്കെ നമ്മളുടെ ശ്രദ്ധ പലപ്പോഴും തങ്ങി നിൽക്കുന്നത് ചില നിർമ്മാണങ്ങളുടെ സൗന്ദര്യത്തിലാണ്. ഒരുപക്ഷെ നമ്മൾ ഡൽഹിയിലേക്കോ ആഗ്രയിലേക്കോ യാത്ര പോകുന്നത് അവിടെയുള്ള നിർമ്മാണങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാനും കൂടിയാണ്. താജ്മഹലിൻ്റെയും ആഗ്ര ഫോർട്ടിൻ്റെയും തുടങ്ങിയിട്ടുള്ള കുറേ മോണ്യുമെൻറ്റ്സ്, പഴയകാല പ്രതാപകാലത്തെ മോണ്യുമെൻറ്റ്സുകളിലൂടെയുള്ള ഒരു സഞ്ചാരം നമ്മൾക്ക് ആഗ്രഹിക്കുന്നവരാണ്. അതേസമയം അത്തരം ചില ദൃശ്യങ്ങൾ, വിഷ്വൽസ് പലപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുകയും തേടിപ്പിടിച്ച് കാണുന്നവരുമാണ്. കേരളത്തിൽ തന്നെ പൗരാണികമായ ചില പ്രതാപവും പ്രഭാവവും ഒക്കെയുള്ള കുറേ നഗരങ്ങൾ, നിർമ്മാണങ്ങൾ, വീടുകളൊക്കെ, കൺസെപ്റ്റുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ മനം കവരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സങ്കല്പനമാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് എന്ന വിദ്യയോട് കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അതിൻ്റെ ഒരു സെപ്പറേറ്റ് പാർട്ട് എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയയാണ് ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് ആർട്ട് പ്ലസ് ടെക്നിക് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. അപ്പം ഇത്തരം മോണ്യുമെൻറ്റ്സുകളുടെ ആർക്കിടെക്ചർ ആഗോളതലത്തിൽ തന്നെ ഈഫിൽ ടവർ മുതൽ തുടങ്ങിയിട്ട് കുറേ ഉദാഹരണങ്ങൾ നമ്മൾക്ക് പറയാൻ കഴിയും. ഈ ഒരു നിർമ്മാണങ്ങളുടെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മിദ്ലാജ് ജമീൽ, ആർക്കിടെക്ചർ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ ഒരു ഫേമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സന്തോഷപൂർവ്വം ക്ഷണിക്കും. BKF-ൽ അവസരം തന്നതിൽ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഇത്ര മനോഹരമായൊരു വേദി തന്നെ ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ ഒരുക്കിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനം നേരുന്നു. ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി ഇതൊരു ബ്രോഡായിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മളൊരു സ്പെസിഫിക് ടോപ്പിക്കിനകത്ത് നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എല്ലാ തലത്തിലേക്കും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നത് മാത്രമേ നമ്മൾ ഈ സംസാരം കൊണ്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. വിശദമായ വായനകളോ അത്തരം ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോ ചർച്ചയിലേക്കോ നമ്മൾ തൽക്കാലം പോകാൻ ഈ ഒരു പരിമിതമായ സമയത്തും നമുക്ക് പറ്റുന്നതല്ല. എങ്കിലും തുടങ്ങാം. നേരത്തെ ബുഖാരി സാർ സൂചിപ്പിച്ച മാതിരി ഒത്തിരി വലിയ മോണുമെൻറ്റ്സും സ്ട്രക്ചറുകളൊക്കെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ലോകോത്തരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഈഫൽ ടവറിനെ കുറിച്ചുള്ളൊരു സംഭവമുണ്ട്. വിഖ്യാതനായ ടോൾസ്റ്റോയ് ഒരിക്കൽ പറയുന്നുണ്ട്, ഈ ഇരുമ്പ് ഗോപുരത്തിനകത്ത് ഒരു തരിമ്പും കലയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ വലിയ ശക്തി അല്ലെങ്കിൽ വലിയ സംഭവം എന്ന് കരുതുന്ന ഒരു വലിയ മഹാസ്ട്രക്ചറിന് ഒരു തരിമ്പ് പോലും കലയില്ലെന്ന് പറയുമ്പോൾ കല എന്താണ് എന്നുള്ള അർത്ഥത്തിൽ ഓരോ സ്ട്രക്ചറിനെയും അല്ലെങ്കിൽ ഓരോ നിർമ്മിതികളെയും വായിക്കുക എന്നതാണ് ആ ടോൾസ്റ്റോയ് ആ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതെങ്കിൽ പോലും എന്താണ് കല എന്നത് കേവലം നിർമ്മിതികൾ നമ്മൾ കണ്ണോട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ 5 സെൻസുകൾ കൊണ്ട് റീഡ് ചെയ്യുന്നതിനപ്പുറം കലകൾ എന്താണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ സ്വാഭാവികമായിട്ടും ആവശ്യമുണ്ട്. അതാണ് ആർക്കിടെക്ചറിൻ്റെ ഒരു കോറായിട്ടുള്ള ഒരു റീഡിങ് സെൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ആർട്ടിനെ നമ്മൾ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഈ ആർട്ടിനെ കുറിച്ച് ഒന്നുകൂടെ വിശദമായി പറയാം. അതിനു മുമ്പ് ജസ്റ്റ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഇസ്ലാമിക അല്ലെങ്കിൽ മക്കയിൽ മദീനയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചരിത്രം ക്രോണോളജി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. മദീനയാണ് നമ്മുടെ ആദ്യത്തെ ഇസ്ലാമിക് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അത് ആധുനിക അർബൻ ഡിസൈനിന്റെ ഒരു മെഷർമെന്റ് ടൂൾസ് വെച്ച് വായിക്കാവുന്ന ഒന്നല്ലെങ്കിൽ പോലും മുസ്ലിം സെറ്റിൽമെന്റ്സ് ആദ്യമായിട്ട് വരുന്നത് മദീനയിൽ നിന്നാണ്. അവിടെയാണ് പള്ളികൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്ങാണ്. അതായത് കോൺഗ്രിഗേഷൻ എന്നുള്ളത്, മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുക എന്നുള്ളത് മുസ്ലിം സംസ്കൃതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെയാണ് പള്ളികൾ രൂപപ്പെടുന്നതും പള്ളികളെ ചുറ്റിപ്പറ്റിയുള്ള വീടുകളും മറ്റ് കൃഷി സംബന്ധമായിട്ടുള്ള ഒത്തിരിപ്പ് കേന്ദ്രങ്ങളും മറ്റൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അതിനെയാണ് ഒരു കമ്മ്യൂണിറ്റി അവരുടെ ആവശ്യങ്ങളും അവരുടെ ആർട്ടും പ്രസന്റേഷൻസും എല്ലാം ഉൾപ്പെട്ട് ഒരു സെറ്റിൽമെന്റ്സ് ആയിട്ട് ഒരു ഏരിയയിൽ സ്ഥാപിക്കുന്ന ഏരിയകൾക്കാണ് നമ്മൾ
നാഗരികമായൊരു സമൂഹം. അവർ ആർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നു, ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇസ്ലാം ഈ ഒരു നാഗരിക സമൂഹത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിനൊരു കൃത്യമായ റൂട്ട് നൽകുകയും എങ്ങനെയായിരിക്കണം ഓരോ ആളുകളുടെയും ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഈ ഭൂമിയിൽ ഉണ്ടാവേണ്ടതെന്നുള്ളതിൽ കൃത്യമായ ഒരു നിർദ്ദേശ തത്വമുള്ള ഒരു വിജ്ഞാന ശാസ്ത്രം കൂടിയാണ് ഇസ്ലാം എന്നുള്ളത്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ ആർക്കിടെക്ചർ എങ്ങനെയാണ് ഇസ്ലാമിനകത്ത് പ്രവർത്തിച്ചത് എന്ന് വായിക്കേണ്ടത്. അപ്പം മദീനയിൽ നിന്ന് തുടങ്ങി പിന്നെ ശേഷം മുസ്ലിം വ്യത്യസ്തമായ ഭരണകാലങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഭരണശക്തികൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ 7-ാം നൂറ്റാണ്ടിലെ അബ്ബാസിയ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരു റൗണ്ട് സിറ്റി എന്നുള്ളൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു അർബൻ പ്ലാനിങ് ഇസ്ലാമിൽ സംഭവിക്കുന്നത്. അത് ഇസ്ലാം എന്നുള്ള ഞാൻ മുസ്ലിം ഭരണാധികാരികളെ നടത്തൽ വായിക്കണം, അല്ലാണ്ട് ഇതൊരു ഫിഖിഹിയായ സാധനം അങ്ങനെ അർത്ഥത്തിലല്ല. ചിലപ്പോൾ ചില പ്രയോഗങ്ങളിൽ ചിലപ്പോൾ തെറ്റുണ്ടാവും, അത് നിങ്ങൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ആദ്യം പറയുകയാണ്. അപ്പോൾ ഈ അബ്ബാസിയ കാലത്താണ് റൗണ്ട് സിറ്റി എന്നുള്ളൊരു ആശയത്തിൽ അർബൻ പ്ലാനിങ്, സിറ്റി പ്ലാനിങ്ങിൻ്റെ ആദ്യ ഉദാഹരണം ഇസ്ലാമിൽ സംഭവിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിലൊരു തുല്യത എന്നുള്ളൊരു ആശയത്തിൻ്റെ പിൻബലത്തിലാണ് ഈ റൗണ്ട് സിറ്റി ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്ത് സെൻട്രലായിട്ടൊരു പള്ളി വരുന്നു, ചുറ്റും കർഷകരായിട്ടുള്ള ആളുകളും ഭരണാധികാരായ ആളുകളും മറ്റ് ഏത് തലത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളായാലും അതിൽ കാസ്റ്റ് എന്നോ അവരുടെ ജോലി എന്നോ സമ്പത്ത് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യരായിട്ട് ഈ കേന്ദ്ര ബിന്ദുവിൽ നിന്നുള്ള ഒരേ ഡിസ്റ്റൻസിൽ ഇവരെ പാർപ്പിക്കുന്നു എന്നുള്ള റൗണ്ട് സിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഇസ്ലാമിൽ മുസ്ലിം ഭരണാധികാരികൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൊർദോവ പള്ളി വരുന്നുണ്ട് 8-ാം നൂറ്റാണ്ടിൽ. കൊർദോവ പള്ളി നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി അതൊരു ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു മകുടോദാഹരണമാണ്. അതിനകത്ത് അത്യാവശ്യം ക്രിസ്ത്യൻ ആർക്കിടെക്ചർ, അതായത് ഗോത്തിക് ആർക്കിടെക്ചർ, മുസ്ലിം ആർക്കിടെക്ചർ ആയിട്ടുള്ള മ്യൂറിഷ് ആർക്കിടെക്ചർ, ഇത്തരം ഇൻഫ്ലുവൻസ് ഒക്കെ ഈ ഒരു പള്ളിയിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മദീനയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു കേവലമായൊരു ബിൽഡിംഗ് എന്നതിനപ്പുറത്തേക്ക് അതിങ്ങനെ രൂപപ്പെട്ടു വരുന്ന അതിൻ്റെ ക്രാഫ്റ്റ് രൂപപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ ഇൻഫ്ലുവൻസേഴ്സ് അതാത് സമയത്ത് ഭരണാധികാരികളും അവിടുത്തെ അത്രകാലത്ത് ഉണ്ടായിരുന്ന ഒരു സംസ്കൃതിയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റൈലും രൂപപ്പെട്ടു വരുന്നത്. ഇതിനകത്ത് തന്നെ ഓരോ നമ്മൾ പറയുകയാണെങ്കിൽ ആർച്ചുകൾ, കമാനങ്ങൾ മുസ്ലിം ആർക്കിടെക്ചറിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. അതിലൊക്കെ ഡീറ്റെയിലിംഗ് സംഭവിക്കുന്നുണ്ട്. ശേഷം കുറെ കൂടെ ഒരു ആർട്ടിസ്റ്റിക് ഡെക്കറേറ്റീവ് എലമെന്റ്സ് എമ്പാടും കടന്നു വന്നൊരു സമയമാണ് മുസ്ലിം സ്പെയിനിൻ്റെ ഒക്കെ ഒരു കാലത്ത്. ആ സമയത്തുള്ള അൽഹംബ്ര പാലസ് ഒക്കെ ഈ ഒരു ഡെക്കറേറ്റീവ് എലമെന്റ്സിന്റെ വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നീട് ഒരുപാട് സംഭവിക്കുന്നുണ്ട് ആർക്കിടെക്ചറിനകത്ത്. പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാം, നമ്മൾ മുസ്ലിം ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മൈൻഡിൽ വരുന്ന സാധനമാണ് മിനാരങ്ങളും കുബ്ബകളും എല്ലാം. ഇത് കേവലം ഒരു ആദ്യം മുതലേ ഉള്ള ഒരു സാധനമൊന്നുമല്ല, ഇത് വഴിയിൽ ഇങ്ങനെ സംഭവിച്ചു പോരുന്നതാണ്. ഒരു ഇൻഫ്ലുവൻസ് പല സമയത്തായിട്ട് സംഭവിക്കുന്നു. അങ്ങനെയാണ് മിനാരങ്ങളും കുബ്ബകളൊക്കെ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു ക്യാരക്ടറായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അതായത് ഇതിനകത്ത് പൊളിറ്റിക്കൽ സംഭവങ്ങൾ കൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് ഓരോ ഭരണാധികാരികളും സാമ്രാജ്യത്വങ്ങളും അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഓരോ നിർമ്മിതികളും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള മറ്റൊരു താല്പര്യം. അതായത് സ്റ്റൈലുകളിലൊക്കെ മാറ്റങ്ങളും ഇൻഫ്ലുവൻസുകളും ഒത്തിരി ഡിസൈൻ എവല്യൂഷൻസ് ഒക്കെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു ക്യാരക്ടറായിട്ട് പിൽക്കാലത്ത് ഈ മിനാരങ്ങളാണെങ്കിലും കുബ്ബകളൊക്കെ വരുന്നത്. ഇതിന് ക്രിസ്ത്യൻ ആർക്കിടെക്ചറായിട്ടും അല്ലെങ്കിൽ മറ്റു ആർക്കിടെക്ചറുകളായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അതായത് ബെൽ ടവർ ആയാലും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇതായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു ഇൻഡെപ്ത് സവിശേഷതകളിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വരാം. ഇനി നമ്മൾ ഈ മോഡേൺ സമയത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റ് ടൈമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി നമ്മൾ ഖത്തർ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അവിടുത്തെ സ്റ്റേഡിയങ്ങളിൽ ഇത്തരം ഒരു ഫിലോസഫി അല്ലെങ്കിൽ അവരുടെ ജീവിത സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ചില അടയാളപ്പെടുത്തലുകൾ അവിടുത്തെ സ്ട്രക്ചറുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് അവിടുത്തെ ഒരു അൽബെയ്ത്ത് സ്റ്റേഡിയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ടെന്റിന്റെ രൂപത്തിൽ ചെയ്തതാണ്. അത് ബദൂവിയൻ ഹൈമകൾ, അതായത് അറബിക് അവരുടെ നൊമാഡിക്സ് കൾച്ചറിനെയൊക്കെ ഒരു പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ നിർമ്മിച്ച ഒരു സ്ട്രക്ചറാണ്. അതുമാതിരി അവരുടെ ഒരു നമ്മുടെ നെയ്ത്ത് തൊപ്പിയുണ്ട്. അതായത് അറബികളുടെ അവരുടെ ഒരു നെയ്ത്ത് തൊപ്പിയെ ഗഫിയ എന്നോ മറ്റാണ് അതിൻ്റെ പേര്. അതിനെ സിംബോളൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഡിയം, തുമാമ സ്റ്റേഡിയം അങ്ങനെ ഉണ്ടാവുന്ന ഒന്നാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ അബുദാബിയിൽ ഇവിടെ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഒരു ലൂവ്രി മ്യൂസിയം ഉണ്ട്. അത് ശരിക്കും അവിടുത്തെ ഒരു ഈന്തപ്പന തെങ്ങോല ആ ഒരു ഇതിൻ്റെ പനയുടെ ഇടയിലൂടെ താഴെ മരുഭൂമിയിലേക്ക് വെളിച്ചം എത്തുന്ന മാതിരി അതിൻ്റെ ആ ഒരു സംഗതിയെ അവർ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ലൂവ്രി മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നിലനിൽക്കുന്ന മനുഷ്യരുടെ അല്ലെങ്കിൽ അവിടെ ജീവിച്ചു പോയ
മനുഷ്യരുടെ അവരുടെ സംസ്കാരത്തെ, അവരുടെ ജീവിതശൈലികളെ, വിശ്വാസത്തെ, ഭാഷയെ, ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആർക്കിടെക്ചർ നിർമ്മിതികൾ വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ശരിക്കും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ കേവലം ഒരു 5 സെൻസിലൂടെ ജസ്റ്റ് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ കാണുക എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഇമോഷണൽ തലത്തെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ആർക്കിടെക്ചർ സ്ട്രക്ചർ ജീവനുള്ളതാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നമ്മുടെ ഭാഷയിൽ ഇൻടാഞ്ചിബിൾ, ടാഞ്ചിബിൾ സ്ട്രക്ചർ ഇങ്ങനെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഒന്ന് ടാഞ്ചിബിൾ എന്ന് പറയുമ്പം നമ്മൾ ടച്ച് ചെയ്യുന്ന, അതായത് ജസ്റ്റ് നമുക്കറിയാം അവിടെ ഒരാളുടെ ആവശ്യം, അവിടെ പള്ളിയാണെങ്കിൽ ഒത്തിരി ആളുകൾക്ക് അവിടെ നിസ്കരിക്കണം, അവിടെ ദർസ് അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റികൾ നടക്കണം, അവിടെ ഇത്തരം സൗകര്യങ്ങൾ വേണം എന്നുള്ള ഒരു നമുക്ക് റീഡ് ചെയ്യാവുന്ന, ഫിസിക്കലി റീഡ് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. ഇൻടാഞ്ചിബിൾ ആവുമ്പോൾ അവിടുത്തെ ആ ഒരു ചരിത്രം, അവരുടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഈ ഒരു സ്റ്റൈലിലോട്ട് വരുന്നത്, എങ്ങനെയൊക്കെയായിരുന്നു ഇവരുടെ ഇവല്യൂഷൻ, ബാക്കി അവരുടെ ഭാഷ, സംസ്കാരം, ഇങ്ങനെ ഒത്തിരി അതർ എലമെന്റ്സ് ഇതിലോട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ ഒരു 2 സാധനത്തെ, അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഈ 2 എലമെന്റ്സ് നമ്മൾ ഒരാശയത്തിനകത്ത് സർഗാത്മക ആവിഷ്കരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യഥാർത്ഥ ഡിസൈൻ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ മൂല്യമുള്ളൊരു ഡിസൈൻ രൂപപ്പെട്ട് വരുന്നത്. ഇനി നമുക്ക് കുറെ കൂടെ ഒരു നമുക്ക് മനസ്സിലാക്കുന്ന, റീഡ് ചെയ്യാവുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് കുറ്റിച്ചിറ, അത് അവിടുത്തെ ഒരു തൊട്ടു സമീപത്തുള്ള ഗുജറാത്ത് സ്ട്രീറ്റ്, ഇതിനെല്ലാം അതിലൂടെയൊക്കെ നടന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവിടുന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ ജീവിച്ചു പോയത്, അവരുടെ ഒരു സ്റ്റൈൽ എന്തായിരുന്നു, അവരുടെ ലിവിങ് കൾച്ചർ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് ആ ഒരു എലമെന്റ്സ്, ക്യാരക്ടർ റീഡ് ചെയ്യുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ സംസ്കൃതി എങ്ങനെ രൂപപ്പെട്ടു അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ബിൽഡിങ്ങിൽ ഫിസിക്കലായിട്ട് നമുക്ക് വിസിബിൾ ആവുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ സ്ഥലവും കാലവും തമ്മിലുള്ള ഒരു ചേർച്ചയാണ്. ഈ സ്ഥലവും കാലവും നഷ്ടമാവുന്ന അല്ലെങ്കിൽ അങ്ങനെ അത്തരം അനുഭവങ്ങളില്ലാത്ത അർത്ഥശൂന്യമായിട്ടുള്ള ഒരു സ്ഥലകാല ഭാവനകൾ പലപ്പോഴും ആധുനിക കാലത്ത് സംഭവിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്ഥലവും കാലവും തമ്മിലുള്ള ഈ ഒരു സിങ്കിങ് ഇല്ലാതാവുന്നത് കൂടി യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ജൈവികത നഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. കേവലം ഫിസിക്കൽ സ്പേസ് എന്നതിന് നമുക്ക് ഒതുക്കാണ്ട് അതിനകത്തൊരു ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ചില ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വാല്യൂ ആഡിങ് തിങ് ആയിരിക്കും. ഇനി കോഴിക്കോട് ഇവിടെ അടുത്ത് നമുക്ക് ലിറ്ററേച്ചർ പദവി, സാംസ്കാരിക അങ്ങനെയുള്ളൊരു പദവിക്ക് യുനെസ്കോയുടെ പദവി കിട്ടിയതായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ കോഴിക്കോടിന് ഒത്തിരി കൾച്ചറൽ വാല്യൂസ് ഉണ്ട്. അവിടുത്തെ ഒരു സാംസ്കാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൈതൃകപരമായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിനെ എങ്ങനെയാണ് അവിടുത്തെ അർബൻ പ്ലാനിങ്ങിൽ, അതിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള അത്തരം പ്ലാനിങ്ങുകൾ ഈ ഒരു വാല്യൂസിനെ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു, അത് അവിടുത്തെ നഗരാസൂത്രണത്തിൽ എത്രത്തോളം അത് ഗുണാത്മകമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു പഠനത്തിന്റെ സബ്മിഷന്റെ ഒരു സ്വീകാര്യതയാണ് യഥാർത്ഥത്തിൽ ആ ഒരു പദവിയിലേക്ക് കോഴിക്കോട് നഗരത്തെ അംഗീകരിച്ചതിന്റെ കാര്യം. അതായത് കേവലം അവിടെ ഒരുപാട് സാഹിത്യകാരന്മാർ ജീവിച്ചു പോയിരുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം സാഹിത്യ ആക്ടിവിറ്റികൾ അവിടെ നടക്കുന്നു എന്നതുകൊണ്ടല്ല അംഗീകാരം കിട്ടുന്നത്. അത് എങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു നഗര വികസനത്തിന്റെ പ്ലാനിങ്ങിൽ ഇതിനവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അതായത് മനുഷ്യരുടെ ജൈവികതയും ഇത്തരം സംസ്കാരങ്ങളെയും ഇത്തരം വാല്യൂസിനെ എങ്ങനെ പുതിയ കാലത്ത് ടൗൺ പ്ലാനിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി ഒരു അംഗീകാരമാണ് ആ ഒരു സംഭവം. അപ്പോൾ അത് എത്രത്തോളം ഇത്തരം ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള തിങ്സ് മനുഷ്യരുടെ ജീവനും ഇതൊക്കെ നമ്മുടെ നിർമ്മിതികളിൽ പ്രധാനപ്പെട്ടതാണെന്ന് പറയാനാണ് ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചത്. 7-ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ച ഒരു കാര്യം. മറ്റൊന്ന്, ഓരോ നിർമ്മാണവും അതിൻ്റെ അകത്തൊരു ലാംഗ്വേജ് ഓഫ് പവർ അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നും കൂടി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആ രൂപത്തിൽ കേട്ടവർക്ക് മനസ്സിലാകും. അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പള്ളികളുമായി ബന്ധപ്പെട്ട നിർമ്മാണ കലയുമായി ബന്ധപ്പെട്ടാണ്. കാരണം സെറ്റിൽമെൻറ്റിൽ, മുസ്ലിം സെറ്റിൽമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണം എന്ന് പറയുന്നത് പള്ളിയാണ്. പള്ളിയുടെ ഒരു ദീർഘമായ ഒരു ചരിത്രം, നിർമ്മാണ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന മദീനയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി മുതൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി നിർമ്മാണങ്ങളുടെ കലകളിൽ, സങ്കല്പനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. പള്ളിയുടെ ഇപ്പം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളികൾ, അതിൻ്റെ ഒരു നിർമ്മാണ കല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ അകത്ത് പറയുന്ന, വാസ്തുശില്പത്തിൽ പറയുന്ന ഒരു കാര്യം, ഇവിടുത്തെ നിലവിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളുടെ ഒരു രൂപമാതൃക, ഒരു സാദൃശ്യം ഇതിനുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത്തരം ചില പറച്ചിലുകൾ കാര്യങ്ങളിൽ
നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇതൊക്കെ പഴയ കാലത്തെ ക്ഷേത്രങ്ങളായിരുന്നു എന്ന രൂപത്തിലുള്ള ഒരു മിഥ്യാധാരണ കൊടുക്കാൻ ഇത് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് തനതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പകരം ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും ഭക്ഷണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഒക്കെ കാര്യത്തിലുള്ള ഒരു കോപ്പി ആണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ സ്വീകരിച്ചത് എന്നൊക്കെയുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അതേ സമയത്ത് ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ നിർമ്മാണ കലയിൽ നമ്മൾ കാണുന്നത് പൊതുവായിട്ടുള്ള ഒരു പൊതു പാരമ്പര്യം എന്ന് പറയാവുന്ന ഒരു നിർമ്മാണ ശാസ്ത്രം ആണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത് എന്നാണ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം കേരളത്തിലെ പള്ളികളിൽ കാണുന്ന ഒരു തദ്ദേശീയവൽക്കരണമുണ്ട്. ഈവൻ നമ്മുടെ ഉത്തരേന്ത്യൻ നാടുകളിൽ അവിടെയുള്ള പ്രത്യേകിച്ചിട്ടും മുഗൾ ഭരണകാലത്ത് അവർ നിർമ്മിച്ചിരുന്ന പള്ളികളുടെ രൂപമാതൃകളൊന്നും സ്വീകരിക്കാതെ കേരളത്തിൻ്റെതായിട്ട് തന്നെയുള്ള ഒരു പൊതുപാരമ്പര്യത്തിലാണ് അവിടുത്തെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇതേ നിർമ്മാണത്തിൻ്റെ അകത്ത് നമ്മൾ വളരെ സൂക്ഷ്മം ശ്രദ്ധിച്ചാൽ കാണുന്ന ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പള്ളികളുടെ നിർമ്മാണം എങ്ങനെയാണ് മുസ്ലിം വീടുകളിൽ നിന്നും മറ്റു നിർമ്മാണങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന്, പള്ളികൾ കുറേയും കൂടി സ്റ്റെപ്പുകൾ കയറിയാലാണ് പള്ളിയുടെ ഉള്ളിലെത്തുക എന്നുള്ളത് ആ കാലത്തെ വീടും പള്ളിയും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് പല പള്ളികളുടെയും കവാടങ്ങൾ വളരെ ചെറുതായിരുന്നു. അതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അതിൻ്റെ അകത്ത് കുനിഞ്ഞു കയറുക, അതാണല്ലോ ഒരു ഭക്തിയുടെയും ഒരു തഖ്വയുടെയും ഒക്കെ ഒരു പ്രതീകമായി പറയുന്നത്. ഒരു വിനയത്തോടെ ഒരു തഖ്വയോട് കൂടി ഒരു കുനിഞ്ഞ് അതിൻ്റെ അകത്ത് കയറുക എന്നുള്ള ഒരു സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഒരു ആർക്കിടെക്ചറിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പള്ളിയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അതേസമയം അതിൻ്റെ അകത്ത് കാണുന്ന നമ്മുടെ ഭക്തിയെ ഉണർത്തുന്ന, ദ്യോതിപ്പിക്കുന്ന, ഭക്തിയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് എലമെന്റുകൾ പഴയകാല പള്ളിയുടെ നിർമ്മാണങ്ങളിൽ കാണാൻ പറ്റും. അതൊരു പക്ഷേ അത്തരം നിർമ്മാണ കലകൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഒരുപക്ഷെ കാലത്തൊക്കെ വളരെ സജീവമായി നടന്നിരുന്ന മറ്റു രാഷ്ട്രങ്ങളുമായിട്ടും മറ്റു പ്രദേശങ്ങളുമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങളിലൂടെയും ഒക്കെയുള്ള സാംസ്കാരിക കൈമാറ്റങ്ങളിലൂടെയാണ് അത്തരം കാര്യങ്ങൾ പ്രധാനമായും ഇവിടെ നടന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഓരോ വിശ്വാസികളും, ഇപ്പോൾ ഹിന്ദു മതമാണെങ്കിലും ബുദ്ധിസ്റ്റുകളാണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അവരുടെ അകത്തൊക്കെ ഓരോ ആർക്കിടെക്ചർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ വളരെ പുരാതനമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ എന്നാണ് പറയപ്പെടുന്നത്. മുസ്ലിങ്ങൾക്ക് ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചർ ഉണ്ട്. അവരുടെ വീടുകളിൽ മുസ്ലിംസിൻ്റെയും നോൺ മുസ്ലിംസിൻ്റെയും ഒക്കെ വീടുകൾ നോക്കിയാൽ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രത്യേക നിസ്കാര മുറി മുസ്ലിം വീടുകളുടെ അകത്ത് ഇപ്പോൾ കോമൺ ആയി കാണുന്നുണ്ട്. അതേസമയം പൂജാമുറികൾ നമ്മൾക്ക് ഹിന്ദു വീടുകളുടെ അകത്ത് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ വിശ്വാസത്തിനും ഓരോ ആർക്കിടെക്ചർ ഉണ്ട് എന്നും ആ ഒരു ആർക്കിടെക്ചറിനെ അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ സൗകര്യത്തിൻ്റെയും അവരുടെ ചരിത്രത്തിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം വെച്ചിട്ട് പ്രതീകവൽക്കരിക്കാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എനിക്കൊരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് എൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള നീഡാണ്. പക്ഷെ ഞാൻ ഇരിക്കുന്ന ആ ഒരു സ്പേസിനെ എൻ്റെ ചരിത്രത്തോടോ എൻ്റെ കുടുംബത്തോടോ അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയറിനോടോ പ്രൊഫഷനോടോ ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ നിർമ്മാണത്തെ കലാപരമായി ആവിഷ്കരിക്കുക എന്നുള്ള ഒരു സൗന്ദര്യ ശാസ്ത്രം അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരം സൗന്ദര്യ ശാസ്ത്രങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ കൂടുതൽ റീഡിങ്ങുകളിലേക്കും അക്കാഡമിക് ആയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യപരമായിട്ടൊക്കെയുള്ള ആലോചനകളിലേക്ക് ഒരുപക്ഷെ നമ്മെ എത്തിക്കുന്നത്. അത്തരം നിർമ്മാണങ്ങളുടെ ഒരു ഗുണം അല്ലെങ്കിൽ അതൊരു നിർമ്മാണങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം ഒരു പള്ളികളുടെ അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു ചില നിർമ്മാണങ്ങളുടെ ഒക്കെ പാറ്റേൺസ്, ചീനപ്പള്ളി എന്നൊക്കെ നമ്മൾ വ്യാപകമായി കേൾക്കുന്ന ഒരു ഉദാഹരണമാണ്. ഈ രൂപത്തിൽ അതുപോലെ തന്നെ പള്ളികളിൽ നിന്ന് കുബ്ബയെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വളരെ വ്യത്യസ്തമായി മാത്രം കാണാവുന്ന കൊണ്ടോട്ടിപ്പള്ളിയിലെ കുബ്ബപ്പള്ളിയിലെ കുബ്ബ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സാംസ്കാരികമായ ഉദാഹരണങ്ങൾ നമ്മൾക്കതിന് പറയാൻ പറ്റും. ആ രൂപത്തിൽ ഒരു നിർമ്മാണ കലയുടെ ഈ ഒരു കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് സംസാരിക്കാം. കേരളത്തിൽ ഇസ്ലാം വരുന്നതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഒരു ഭരണസ്ഥാപനവുമായി ബന്ധപ്പെട്ട അല്ലെ ഭരണം സംസ്ഥാപിക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല. നമ്മൾ മുഗൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അവിടെ മുഗളന്മാർ വരുന്നത് അവരുടെ ഭരണം പിടിക്കുക എന്നുള്ള താല്പര്യത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടും അവരുടെ നിർമ്മിതികളിലും ആ ഒരു ക്യാരക്ടറിനെ സ്വാഭാവികമായിട്ട് കാണിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നവരാണ്.
അത്തരം ആർട്ട് ക്രാഫ്റ്റ്മാൻസിനെയും ആർക്കിടെക്ട്സിനെയും ശില്പികളെയൊക്കെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് അത്തരം ഒരു സ്റ്റൈലിനെ അവരവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രക്ചർ മുഗൾ ആർക്കിടെക്ചർ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രം ഇസ്ലാം ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്വാഭാവികതയിൽ നിന്നുണ്ടായിട്ടുള്ള മനുഷ്യന്മാരുടെ ഒരു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ശൈലിയിലൊരു നിർമ്മിതി സ്റ്റൈല് രൂപപ്പെട്ടു വന്നത്. കേരളത്തിലെ പള്ളികൾ എന്ന് പറയുന്നത് അമ്പലങ്ങളോട് സാദൃശ്യം ചില അർത്ഥത്തിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിന് കുബ്ബയില്ല, മിനാരങ്ങളില്ല എന്നുള്ള അർത്ഥത്തിൽ വായിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, കുബ്ബയും മിനാരും അതൊരു ഇസ്ലാമിക് എലമെന്റ് ആയിട്ട് വരുന്നത് ഒരു ഘട്ടത്തിന് ശേഷം മാത്രമാണ്. അങ്ങനെ ആദ്യം മുതലേ പള്ളികൾക്ക് കുബ്ബ വേണം, മിനാരം വേണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ ഓരോ സമയത്ത് ഉണ്ടായി വന്നു എന്നേ ഉള്ളൂ. അപ്പം മാത്രമല്ല, കേരളത്തിൽ അന്നത്തെ ഒരു ഇവിടുത്തെ ഒരു ടെക്നോളജി അതിന് മാത്രം ഒരു മിനാരങ്ങളും കുബ്ബകളൊന്നും ഉണ്ടാക്കാൻ മാത്രം വികസിച്ചിട്ടുള്ള ലോകോത്തരമായിട്ടുള്ള ഒരു സംഗതി ആയിരുന്നില്ല എന്നുള്ളൊരു പരിമിതി കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം മിനാരങ്ങൾ ഇല്ലാണ്ട് പോയത്. മറ്റൊന്നൊരു വ്യതിരക്തത എന്ന് പറയുന്നത് സ്പെയിൻ, ഫ്രഞ്ച്, അങ്ങനെ പേർഷ്യൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കളർ ടൈലുകൾ, അതുമാതിരി പാറ്റേൺ ടൈൽസുകൾ, ഇതൊക്കെ കേരളത്തിലെ പള്ളികളിൽ കാണാൻ പറ്റും, പഴയ പള്ളികളിൽ കാണാൻ പറ്റും. അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നൊരു കൾച്ചർ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ആയിരുന്നില്ല. അതൊന്നും അത് വ്യത്യസ്തമായൊരു സാധനമാണ്. അതുപോലെ തന്നെ മാളികകളുള്ള, അതായത് തട്ടുകളുള്ള പള്ളികൾ അല്ലെങ്കിൽ അമ്പലങ്ങളോ തട്ടുകളുടെ സ്ട്രക്ചറുകളോ കേരളത്തിൽ പരിചിതമായിരുന്നില്ല. അത് പള്ളികളിലാണ് അത് ആദ്യമായിട്ട് വരുന്നത്. അപ്പം മിഷ്കാൽ പള്ളിയൊക്കെ കുറിച്ച് ഏഴ് നില ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വായിക്കുമ്പം. പിന്നീട് അത് ഡച്ചുകാരുടെ തീവക്കലും അങ്ങനെയുള്ള സമയം ഇപ്പം നമുക്ക് നോക്കാം 4 നില 3 നില എങ്ങാനും ഉള്ളത്. അപ്പോൾ ഇത്തരം തട്ടുകളായിട്ടുള്ള നിർമ്മിതികളൊന്നും അമ്പലങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിലെ ആർക്കിടെക്ചറിനോ അത്ര സാധാരണമായിരുന്നില്ല. അതൊക്കെ ഇസ്ലാം ഇതിന് ശേഷം ഉണ്ടാവുന്ന ചില, കാരണം നമ്മുടെ ആവശ്യങ്ങളുണ്ട്, അതായത് ദർസ് നടക്കുക, പള്ളികൾ അത്തരം വൈജ്ഞാനികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കണം അത്തരം ഒരു സംഗതി മുസ്ലിം പള്ളികളിൽ വരുന്നത്. പിന്നെ ആർച്ച് എന്നുള്ള എലമെന്റ്സ് ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് കേരളത്തിൽ അത് വ്യാപകമായി കാണുന്നത്. അതിനു മുമ്പ് അമ്പലങ്ങളിലായാലും അത്തരം ഒരു നിർമ്മിതികൾ വളരെ ഇല്ല എന്ന് തന്നെ പറയും. അതൊക്കെ മുസ്ലിം ആർക്കിടെക്ചറിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം ആർക്കിടെക്ചർ എന്നുള്ളത് ഒരു തനത് സ്വഭാവം ഉണ്ട് എന്നുള്ളതിന്റെ ചില തെളിവുകൾ കൂടിയാണ് അതെല്ലാം. പിന്നെ നമുക്ക് പറയാവുന്ന വേറെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് ഗോത്തിക് ആർക്കിടെക്ചറിന്റെ ഇൻഫ്ലുവൻസേഴ്സ്. അതായത് കണ്ണൂരിൽ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്, പഴയൊരു പള്ളിയുടെ ചിത്രമുണ്ട്. അതിനകത്ത് റൗണ്ട് വിൻഡോ കാണാം. റൗണ്ട് വിൻഡോ നമുക്ക് ആ കാലത്തൊന്നും ഇവിടുത്തെ ഒരു സ്റ്റൈലിലുള്ള സാധനമല്ല. നമ്മളതിനെ റോസ് വിൻഡോ എന്നുള്ള അർത്ഥത്തിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ക്രാഫ്റ്റിംഗ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സാധനമാണത്. റോസ് വിൻഡോ നിങ്ങൾക്ക് നോക്കി കാണാം. അപ്പൊ ഇത്തരം എലമെന്റ്സുകളൊക്കെ, ക്യാരക്ടറുകളൊക്കെ കേരളത്തിലെ പള്ളികളിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഗോപുരം പോലെയുള്ള റൂഫുകൾ, അതൊക്കെ ക്രിസ്ത്യൻ ആർക്കിടെക്ചറിന് ഇൻഫ്ലുവൻസ്ഡ് ആയതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വ്യത്യസ്തമായ ഡിസൈൻ സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ക്യാരക്ടറുകൾ, സ്റ്റൈലുകൾ കേരളത്തിലെ പള്ളികളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. പിന്നെ നേരത്തെ കുബ്ബയെ കുറിച്ച് സൂചിപ്പിച്ചു. കുബ്ബ കേരളത്തിൽ ഉള്ള ഒരു സ്ട്രക്ചറാണ്, കൊണ്ടോട്ടി നമുക്ക് അടുത്തുള്ള സ്ട്രക്ചറാണ്. അത് അതിൻ്റെ ഒരു വിശ്വാസപരമായ അവരുടെ ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാം ബീജാപ്പൂരായിട്ടൊക്കെയുള്ള ബന്ധങ്ങളും അവിടുന്ന് ഉണ്ടാവുന്ന ഡെക്കാൻ ആർക്കിടെക്ചറിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് അവിടുത്തെ സ്ട്രക്ചറിൽ കാണാവുന്നതാണ്. അങ്ങനെ കേരളത്തിലെ വ്യത്യസ്തമായ മുസ്ലിം ആർക്കിടെക്ചറിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേരളത്തിലെ കൊണ്ടോട്ടിയിലെ ആ ഒരു കുബ്ബയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ്ഡ്, ഗോത്തിക് ആർക്കിടെക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത, ആർട്ട് ഡിക്കോയുടെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ, അങ്ങനെ കുറേ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഡിഫറെന്റ് ഡയമെൻഷനിൽ നിന്നുകൊണ്ടുള്ള റീഡിങ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി സ്ട്രക്ചറുകൾ ഈ മുസ്ലിം ആർക്കിടെക്ചർ പള്ളികളിലെ മുസ്ലിം മോസ്ക് ആർക്കിടെക്ചറിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലൊരു ഹിന്ദു ടെമ്പിളിന്റെ നേരെയുള്ള റെപ്ലിക്കേഷൻ ആയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഒരു കോൺട്രിബ്യൂഷൻ ഓഫ് ആർക്കിടെക്ചർ, അതാണ് പറയാൻ ശ്രമിച്ചൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ വീടുകളുടെ നിർമ്മാണത്തിൽ വന്ന മാറ്റങ്ങൾ തന്നെ പഴയകാല ഒരു നിർമ്മാണ കലയുടെ ഒരു അംശം പോലും നിലനിൽക്കാത്ത ഒരു മോഡേൺ ആർട്ട് ഇടയ്ക്ക് വന്നു. പിന്നീട് പഴയ ഒരു ട്രഡീഷനെ തന്നെ റിന്യൂവൽ ചെയ്യുന്ന ഒരു നിയോ ട്രഡീഷണലിസം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു നിർമ്മാണ കല ഇപ്പോൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ചൂടിനെയും കാലാവസ്ഥയും ഒക്കെ പ്രതിരോധിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഇനി ഇതിൻ്റെ ഒരു വൈൻഡപ്പ് സെഷനിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. പിന്നെ സാഹിത്യത്തിൽ കുറേയും കൂടി ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടി ചർച്ചയിൽ സൂചിപ്പിച്ചുകൊണ്ട് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. സാഹിത്യങ്ങളിൽ കാണുന്ന, സാഹിത്യത്തിൽ നിന്ന് കണ്ടെടുക്കാവുന്ന ഒരു ആർക്കിടെക്ചർ ഉണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെയുള്ള കുറേ സാഹിത്യങ്ങൾ നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ കുറേയും കൂടി നേരത്തെ തന്നെ എഴുതപ്പെട്ട കുറേ പുസ്തകങ്ങളിൽ കേരളത്തിൻ്റെ നിർമ്മാണ കല അതിൻ്റെ ഒരു കാര്യം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കഥയിൽ, ഒരു അനുഭവത്തിൽ അദ്ദേഹം പറയുന്നത്, താജ്മഹൽ കാണാൻ വേണ്ടി അദ്ദേഹം പോകുന്നു. ആ സമയത്ത് അതിൻ്റെ മനോഹാരിതയിൽ അയാൾ സ്വയം മറന്ന് ദൈവത്തെ തോൽപ്പിച്ചുവോ ഈ താജ്മഹൽ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെയും താജ്മഹലിൻ്റെയും ഇടയിൽ കൂടി ഒരു മനുഷ്യൻ നടന്നു പോകുന്നത്. അപ്പോൾ ആ മനുഷ്യനിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോയിട്ട് അദ്ദേഹം പറയാണ്,
ആ താജ്മഹലിനേക്കാൾ എത്ര മനോഹരമായിട്ടാണ് മനുഷ്യനെ അള്ളാഹു ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന ഒരു പിന്നെ ആ ഒരു തോട്ടിലേക്ക് വരികയും, അപ്പോൾ ഈ ആർക്കിടെക്ചറിൻ്റെ അകത്തൊക്കെയുള്ള ഒരു ഫിലോസഫി എന്ന് പറയുന്നത് പള്ളിയുടെ അകത്താണെങ്കിലും അതൊരു മീഡിയേറ്റർ മാത്രമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ആത്മീയമായ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള ഒരു ജനിത്തിലേക്കുള്ള ഒരു മീഡിയേറ്ററായിട്ടാണ് ഇത്തരം ആർക്കിടെക്ചറിൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു ആസ്വാദന മികവിനെയൊക്കെ ഉണർത്താനുള്ള ഒരു ഏരിയയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ സംഗതികൾ നമ്മുടെ ലിറ്ററേച്ചറിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആർക്കിടെക്ചർ സ്വഭാവത്തെ, സങ്കല്പനങ്ങളെ വായിച്ചെടുക്കാൻ കഴിയുന്നത്, അതും കൂടി ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്ത് നമ്മൾക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ. സാഹിത്യത്തിൽ ആർക്കിടെക്ചറിൻ്റെ ഇടം എന്നുള്ളത് കുറെ കൂടെ ഒരു ഇൻഡെപ്ത് റീഡിംഗ് ആണ്. അതായത് നമുക്ക് അതിൻ്റെ ഒരു കേവലമായി അക്ഷരങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുകയോ അല്ലെങ്കിൽ നോവലുകൾ വായിച്ചു പോകുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദന തലത്തിനപ്പുറത്തെ ആ ഒരു ലൗകികമായൊരു വായന ആസ്വാദനത്തിനപ്പുറത്തേക്ക് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ വായിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ആർക്കിടെക്ചർ റീഡിങ്സിനകത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ബഷീറിൻ്റെ മതിലുകൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. കേവലം ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ മതിൽ എന്നുള്ള ആ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ആ കഥ മൊത്തത്തിൽ രൂപപ്പെടുന്നത്. ഒരു പ്രണയത്തിൻ്റെ കാര്യങ്ങളായാലും അതിൻ്റെ അവരുടെ വികാരങ്ങൾ എങ്ങനെയാണ് കേവലം ഈ ഒരു മതിൽ എന്നുള്ള ഒരു ബിൽഡിംഗ് അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്നതെന്ന് തുടങ്ങിയിട്ടുള്ള റീഡിങ്സ് ഒത്തിരി അതിനകത്തുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് വായിക്കാവുന്ന മറ്റൊന്നാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ കുറ്റിപ്പുറം പാലം എന്നുള്ള കവിത. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊരു അർബനൈസേഷൻ സൊസൈറ്റിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട്. ട്രാൻസിഷൻ ടൈമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരമായിട്ട് വികസിക്കുമ്പോഴും അവിടെ സംഭവിക്കുന്ന സാംസ്കാരികമായ മാറ്റങ്ങൾ, നാടിൻ്റെ മാറ്റങ്ങൾ, അത്തരം സംഗതികളെക്കുറിച്ച് ആ കവിതയിൽ വായിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഹവേലികൾ, ഉത്തരേന്ത്യൻ വീടുകളിലുള്ള സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഹവേലികൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അതേമാതിരി കേരളത്തിലെ തറവാട് വീടുകളിലുള്ള കോട്ടയാർട്സ്, ഇതിൽ നിന്നൊക്കെയാണ് ഇത്തരം മനകളിലെയും ഈ അന്തപുരങ്ങളിലൊക്കെയുള്ള വീടുകളുടെ കഥകളും ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇത്തരം പുസ്തകങ്ങളും മറ്റൊക്കെ വായിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങൾ, അവരുടെ സ്ത്രീ ജീവിത ഒക്കെ കാര്യങ്ങൾ നമുക്ക് വായിക്കാനും അറിയാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നോളജ് ഒക്കെ കിട്ടാൻ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ നഗരങ്ങളുടെ തെരുവിൻ്റെ രൂപത്തെ കുറിച്ചൊക്കെ അടയാളപ്പെടുത്തുമ്പം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പം ആ കാലത്തെ ജീവിച്ച മനുഷ്യരെക്കുറിച്ചും അവരുടെ സംസ്കൃതിയെക്കുറിച്ചൊക്കെ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത്തരമൊരു സംഗതി, ഒരു ആർട്ടിസ്റ്റിക് ഇൻഡെപ്ത് വായന അങ്ങനെ ആസ്വദിക്കാൻ നമുക്ക് വായനയിലൂടെ കഴിയുകയാണെങ്കിൽ അതൊരു ഗ്രേറ്റ് തിങ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി ഈ താജ്മഹലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ മാത്രമുള്ള ഒരു തലത്തിലുള്ള ഒരു അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് നമുക്കുണ്ടാവും, ഒരു സർഗാത്മകമായ കഴിവ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് കഴിവ്. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഇത്തരം ഒരുപാട് ഗുണങ്ങൾ ലിറ്ററേച്ചറിൽ പോലും ഈ ആർക്കിടെക്ചറിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ക്ലോസ് ചെയ്യാം. അതിനു മുന്നേ കമൻറ്റുകളോ എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കഴിഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. കുറ്റിപ്പുറം പാലം കവിത ഇടശ്ശേരിയുടെ കവിതയാണ്. തിരുത്തിയതിൽ സന്തോഷം. ഇവിടെ പഠനാടിസ്ഥാനത്തിൽ ഇസ്ലാമിക വാസ്തുവിദ്യ അത് ഇപ്പോൾ മലബാറിലായാലും വേറെ പുറം ദേശങ്ങളിലൊക്കെ ആയാലും മറ്റ് പല വാസ്തുവിദ്യാ രൂപങ്ങളിൽ നിന്നുള്ള ഒരു കോപ്പി എന്ന് പറയുന്നത് ആ കോപ്പിയാണ് എന്ന കോലത്തിലാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിന് സ്വന്തമായിട്ട് ഒരു വാസ്തുവിദ്യ ഇല്ല എന്നാണോ, അതോ അങ്ങനെ പറഞ്ഞില്ല? അതായത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ളൊരു പ്രശ്നമായിരിക്കും. അതായത് എത്രയേ ഉള്ളൂ, ഏത് സ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ ബേസിക് നീഡ് എന്നുള്ള മനുഷ്യൻ, ഇപ്പോൾ പള്ളികൾ എന്നുള്ള മനുഷ്യന് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ്. അതിനകത്ത് ഓരോ കാലത്തും ചില ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവുന്നു. മിനാരങ്ങൾ ഉണ്ടാവുന്നു, കുബ്ബകൾ ഉണ്ടാവുന്നു, ആർച്ചുകൾ ഉണ്ടാവുന്നു. പള്ളിയുടെ ഈ ആർച്ചുകളിൽ തന്നെ ഒത്തിരി ഡിസൈൻസ് ഉണ്ട്. ഹോഴ്സ് ഷൂ എന്ന് പറയുന്നത് മ്യൂറിഷ് ആർക്കിടെക്ചറിൽ മ്യൂറിഷ് ആർച്ച് എന്ന് പറയുന്നുണ്ട്, പോയിന്റഡ് ആർച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് ഉണ്ട് ആർച്ചുകൾക്ക്. പിന്നെ ഡോറുകൾക്ക് ഒത്തിരി, അതായത് ഓരോ ഡോറിൻ്റെയും ഡിസൈൻ രൂപപ്പെടുത്തുന്നതിന് ഡീറ്റെയിലിങ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ അതാത് സമയത്ത് ഓരോ ഇൻഫ്ലുവൻസുകൾ സംഭവിക്കുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഒരു ഫിഖ്ഹിൽ പറയുന്ന മാതിരിയുള്ള ഒരു സാധനം ആർട്ടിനകത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസുകളും അതാത് സമയത്ത് എല്ലാത്തിലും സംഭവിച്ചിട്ടുണ്ട്. അതന്നെയാണ് ഓരോ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴും ഇവിടുത്തെ ഒരു കൾച്ചറും ഇവിടുത്തെ മെറ്റീരിയൽസ്, ഇവിടുത്തെ ലോക്കൽ ആളുകൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നു. ഐഡോൾസ് ആയാലും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്നതിനനുസരിച്ചാണ് ഓരോ ക്യാരക്ടറും നമ്മൾ അവസാനം അങ്ങനെയാണ് വായിക്കുക. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കോപ്പി പേസ്റ്റ് ആണെന്നല്ല. അതൊക്കെ ഇൻഫ്ലുവൻസ് ആണ്, ഇൻസ്പിറേഷൻസ് ആണ്, ക്രിയേറ്റിവിറ്റി ആണ്. ഒക്കെ ആ അർത്ഥത്തിൽ തന്നെ അതിനൊരു ഇൻഡിവിജ്വൽ എന്താ പറയുക റോൾ ഉണ്ട്. പിന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചിത്രങ്ങളൊക്കെ കാണാം. അതുപോലെ ഈ ഇസ്ലാമിക് ആയിട്ടുള്ള ബിൽഡിങ്സിലൊക്കെ ഈ ജിയോമെട്രിക് ആയിട്ടുള്ള പാറ്റേൺസ്, അബ്സ്ട്രാക്റ്റ് പാറ്റേൺസ് ഒക്കെ കാണാം. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ, അതുകൊണ്ട് ആത്മീയമായ പല വശങ്ങളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും?
അതിൻ്റെ ആത്മീയ വശത്തെ ഞാൻ പറയുന്നില്ല. അതിൻ്റെ ആർട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ഇസ്ലാമിനകത്ത് ഒരു ലിമിറ്റേഷനാണ്, നമുക്ക് ഇത്തരം സംഗതികൾ ചെയ്യാൻ പറ്റാതായിരിക്കുക എന്നുള്ളത്. അത് ലിമിറ്റേഷൻ ഒരു 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 എക്സ്ക്യൂസായി കാണാണ്ട് അതിനൊരു സാധ്യതയായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇസ്ലാം ചെയ്തത്. അപ്പം ഇത്തരം കാലിഗ്രഫികളായാലും ജിയോമെട്രിക് പാറ്റേൺസ് ആയാലും, പിന്നെ ഈ ജിയോമെട്രിക് പാറ്റേൺസിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം മുഗൾ ഗാർഡനകത്തൊക്കെ ആ ഒരു ജിയോമെട്രിക് പാറ്റേൺസിൻ്റെ ഒരു ഭയങ്കര സംഭവമുണ്ട്. അതായത് പാരഡൈസ് ഗാർഡൻ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ മുഗൾ ഗാർഡൻസ് ഉണ്ടാകുന്നത്. അതായത് സ്വർഗത്തിൻ്റെ ഒരു റെപ്ലിക്കേഷനായിട്ട് അത് നമുക്ക് ആ അർത്ഥത്തിൽ വായിക്കണം, നേരെ ഒരു മൗലികമായി വായിക്കരുത്. അപ്പോൾ ഈ റെപ്ലിക്കേഷനായിട്ട് അതിനകത്ത് അവിടെ പുഴകൾ ഒഴുകുന്നു, പിന്നെ നമുക്ക് കൈയെത്തുന്ന ദൂരത്തിൽ ഫലവൃക്ഷങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പം മുഗൾ ഗാർഡൻസിൽ അധികം വലിയ മരങ്ങൾ ഉണ്ടാവില്ല, ഒരു യെസ് ദാറ്റ്സ് ഇറ്റ്. അത്ര ഹൈറ്റ് കുറഞ്ഞുള്ള മരങ്ങളായിരിക്കും മുഗൾ ഗാർഡനകത്ത് ഉണ്ടാവാം. അത് ഈ ഒരു സ്വർഗത്തിനെ കണക്ട് ചെയ്തത്. പിന്നെ അവിടെ വെള്ളം ഒഴുകുന്ന ഇത് കാണാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത്തരം ഫിലോസഫി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സംഗതികൾ വായിച്ച് മനസ്സിലാക്കി അതിനൊരു ആർട്ടിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തുള്ള പള്ളികളും ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളും വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഔത്തേ പള്ളി, പുറത്തെ പള്ളി, അങ്ങനെ വ്യത്യസ്ത തട്ടുകളൊക്കെ ആയിട്ടായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ഉണ്ടാക്കുന്ന പള്ളികളൊക്കെ ഒരൊറ്റ ഹാള് പോലെയാണ്. ഈ ഒരു മാറ്റത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ പറഞ്ഞു വന്നല്ലോ, നമ്മൾ മദീന മുതൽ പറഞ്ഞു വന്നു. തുടക്കം മുതലുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളും അതാത് കാലത്തെ ടെക്നോളജികളും ഉള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് നമ്മൾ വെറുതെ ഒരു സംഗതിയെ ഒരു എന്താ പറയുക മൊറോക്കൻ ആർക്കിടെക്ചർ എൻ്റെ നാട്ടിൽ വേണമെന്ന് കരുതി വെറുതെ ഒരു സാധനത്തിന് കൊണ്ടുവരുന്നതും അതിനകത്തൊരു ഫിലോസഫിക്കൽ റീഡിങ്സ് നമുക്ക് കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയായിട്ട് മാറും. വെറുതെ നമുക്ക് ഞാനിപ്പോൾ ദുബായിൽ പോയി അവിടെ നല്ല പള്ളികളുണ്ട്, അതുകൊണ്ട് അതുപോലത്തെ ഒരു പള്ളി എനിക്ക് കൊണ്ടോട്ടിയിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതും അതേ സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ പള്ളിയുടെ ഡിസൈനെ രൂപപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അറ്റംഷൻ ആയിട്ട് മാറും. അല്ലെങ്കിൽ അത് കേവലം ഒരു നിർമ്മിതിയായിട്ട് ചുരുങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കാലവും ചരിത്രവും തമ്മിൽ സിങ്കാവാതെ പോകുന്ന ഒരു സംഭവം അതിനകത്തും സംഭവിക്കും. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഈ പള്ളിയിൽ തന്നെ അകത്തെ പള്ളി എന്നൊക്കെ ഉള്ളത് കുറേയും കൂടി എന്താണ്, പള്ളിയുടെ അകത്ത് ആർക്കൊക്കെ കയറാൻ അതിന് കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതേസമയം പള്ളിയിൽ മറ്റു ചില വ്യവഹാരങ്ങളൊക്കെ, മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ മറ്റു ചില സംവാദങ്ങളൊക്കെ നടന്നിരുന്ന കാലമുണ്ടായിരുന്നു സജീവമായിട്ട്. അപ്പം അതിനുവേണ്ടി ചിലപ്പോൾ ആ ഒരു പള്ളിയുടെ ആ ഒരു ബോർഡറിന് കുറേയും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള എക്സ്പാൻഡ് ആയിട്ടുള്ള ഒരു നിർമ്മാണം കൂടി വരും. അത് അക്കാലത്തിൻ്റെ അല്ലെങ്കിൽ ആ ആ നാടുകളുടെ ജീവിതത്തിൻ്റെയൊക്കെ ഒരു സ്വഭാവം വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ അകത്ത് ചിത്രങ്ങൾ വരുന്നത് തന്നെ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഓരോ ഡൈനാസ്റ്റികൾക്കും അവരുടെ കാലത്തെ പള്ളിയെയും നിർമ്മാണങ്ങളെയും ഒക്കെ കുറേയും കൂടി വ്യത്യസ്തമായി ചിത്രീകരിക്കുക, ആവിഷ്കരിക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പിന്നെ മിനാരങ്ങൾ, കുബ്ബകൾ, അതിൻ്റെ അകത്തുള്ള ചിത്രങ്ങളൊക്കെ വരുന്നത്. അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള പിന്നെ കർമ്മശാസ്ത്രപരമായ സംവാദങ്ങൾ വേറെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യൻ പള്ളികളിൽ അകത്ത് പിന്നെ മയ്യത്തുകൾ, ജനാസകൾ അകത്ത് കയറ്റൂല. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ വിശാലമായിട്ടുള്ള പിന്നെ പുറം മുറ്റുണ്ടാക്കും. പള്ളിമുറ്റം എന്ന് പറയുന്ന രൂപത്തിൽ കുറച്ച് നീട്ടിയെടുക്കും. അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പിന്നെ ജനാലുകൾക്കുള്ള സൺഷെയ്ഡുകളോ ഇതൊക്കെ പിന്നെ ഒരു പക്ഷേ കാണാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഹൗദുകളുടെ വലിപ്പം കുറേയും കൂടി വലിപ്പം ഉണ്ടായാലേ ഉദു കൊടുക്കാനുള്ള ഒരു കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഒരു വാലിഡ് ആവുള്ളൂ. അപ്പോൾ ആ രൂപത്തിലൊക്കെയുള്ള നിർമ്മാണങ്ങൾ, അവരുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെയുള്ള സ്വാധീനം എല്ലാ കാലത്തും നിർമ്മാണങ്ങളിൽ, വീടുകളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും മറ്റു പിന്നെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കാലത്ത് കുറേയും കൂടി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി ഫ്രണ്ട്ലി ആവുന്ന രൂപത്തിലാവണം നിർമ്മാണം എന്നുള്ളത് ഒരു ലോ ആണ്. അപ്പം അതിനനുസരിച്ചുള്ള ആർക്കിടെക്ചർ എന്തെയും വികസിപ്പിക്കപ്പെടും. ഈ രൂപത്തിൽ കാലത്തിനും സമൂഹത്തിനും സംസ്കാരത്തിനൊക്കെയുള്ള യോജിച്ച കുറേയും കൂടി അവർ അതിനോടൊക്കെ ഫ്രണ്ട്ലി ആവുന്ന രൂപത്തിലാണ് നിർമ്മാണങ്ങളുടെ ഒരു സ്വഭാവം വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇതോടുകൂടി പിന്നെ ക്ലോസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതിഥി മിദ്രാജ് ജമീൽ, ശ്രോതാക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.